തീർത്തും അവിചാരിതമായിരുന്നു ഇതിൽ ആ കണ്ടുമുട്ടൽ. നമ്മളിപ്പോൾ ഉള്ളത് അമ്പലപ്പുഴ മണ്ഡലത്തിലെ ആലപ്പുഴ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. ഇവിടെ ബൂത്ത് സന്ദർശനത്തിന്റെ ഭാഗമായാണ് ആദ്യം എച്ച് സലാം ഇവിടേക്ക് എത്തുന്നത്. അതിന് തൊട്ടു പിന്നാലെ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ജി സുധാകരനും ഇവിടേക്ക് എത്തി. രണ്ടുപേരും ഈ വരാന്ത വഴിയാണ് നടന്നുപോയത്. മുഖാമുഖം എത്തിയപ്പോൾ എച്ച് സലാം ജി സുധാകരനെ നോക്കി സാറേ എന്ന് വിളിക്കുന്നു. പക്ഷേ മുഖത്ത് നോക്കാനോ ചിരിച്ചു കാണിക്കാനോ പോലും ജി സുധാകരൻ തയ്യാറായില്ല. ഗൗരവഭാവത്തോടെ അദ്ദേഹം അകത്തേക്ക് കയറിപ്പോയി. വോട്ടർമാരെ കണ്ടു. ഒപ്പം ബൂത്ത് സന്ദർശനം സാധാരണ നിലയിൽ മുന്നോട്ട് പോയി. അതിനുശേഷം ഇരുവരും ഈ ബൂത്ത് വിട്ട് അടുത്ത ബൂത്തിലേക്ക് പോവുകയും ചെയ്തു. സാധാരണ നിലയിൽ ബൂത്ത് സന്ദർശനത്തിനിടെ ഇങ്ങനെ കണ്ടുമുട്ടുക പതിവാണ്. എന്തായാലും ആലപ്പുഴയിലെ പൊതുചിത്രത്തിലേക്ക് വന്നാൽ 16,82,000-ലധികം വോട്ടർമാരാണ് ആലപ്പുഴയിലുള്ളത്. ഇതുവരെയുള്ള പോളിംഗ് ശതമാനം നോക്കിയാൽ അത് 62.18%. കഴിഞ്ഞ വർഷം 74% ആകെ പോളിംഗ് ശതമാനം. ഇതുവരെയുള്ള കണക്ക് നോക്കുമ്പോൾ മികച്ച പോളിംഗ് ആലപ്പുഴയിൽ നടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും കൂടുതൽ പോളിംഗ് ഇതുവരെ രേഖപ്പെടുത്തിയിട്ടുള്ളത് ചെങ്ങന്നൂർ മണ്ഡലത്തിലാണ്. അത് 66%. ഏറ്റവും കുറവ് ഏറ്റവും കൂടുതൽ അരൂരും ഏറ്റവും കുറവ് ചെങ്ങന്നൂരുമാണ്. അമ്പലപ്പുഴ മണ്ഡലത്തിൽ ഏറ്റവും നിർണായകമായ രാഷ്ട്രീയ മത്സരം നടക്കുന്ന മണ്ഡലം കൂടിയാണ്. അവിടെ ഇതുവരെ 65.19% പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. പതിവിലും കഴിഞ്ഞ വർഷത്തേക്ക് അപേക്ഷിച്ച് ഈ സമയത്തോടടുക്കുമ്പോൾ മികച്ച രീതിയിൽ വോട്ടർമാർ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടുതലായി സാധാരണ ഈ 5:15 ഇത്രയും പോളിംഗ് ശതമാനം കഴിഞ്ഞ വർഷമൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ടതാണ്. ഇപ്പോഴും പല ബൂത്തുകളിലും, അതായത് മണ്ണഞ്ചേരി അടക്കം അമ്പലപ്പുഴ അടക്കമുള്ള പല പ്രദേശങ്ങളിലും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട് എന്ന് നമുക്ക് വിവരങ്ങൾ ലഭിക്കുന്നു. അവിടെ പലയിടങ്ങളിലും ഈ വോട്ടിംഗ് യന്ത്രങ്ങൾ തകരാറിലായതും വോട്ടിംഗ് മന്ദഗതിയിലായതുമൊക്കെ വോട്ടർമാരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. അവിടെ കൃത്യമായ രീതിയിൽ സമയബന്ധിതമായി വോട്ടിംഗ് പൂർത്തിയാക്കുന്നതിന് പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. എന്തായാലും അവിടങ്ങളിൽ ടോക്കൺ കൊടുത്തുള്ള വോട്ടായിരിക്കും ഇനി നടക്കുക. 6 മണിക്ക് ശേഷം എത്തുന്ന അല്ലെങ്കിൽ 6 മണിയോടുകൂടി എത്തുന്ന ആളുകൾക്ക് ടോക്കൺ നൽകി 6 മണിക്ക് ശേഷവും വോട്ടിംഗ് മുന്നോട്ട് പോകാനാണ് സാധ്യത. അമ്പലപ്പുഴയിൽ ഒരു സ്കൂളിൽ ഇതിനോടകം തന്നെ 100-ലധികം ആളുകൾ ഇപ്പോഴും വരിയിൽ നിൽക്കുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അവിടെയും ടോക്കൺ സംവിധാനമാകും പ്രാവർത്തികമാവുക.